നമുക്ക് വിശുദ്ധ ഗ്രന്ഥം തുറക്കാം. സങ്കീർത്തനം 31. ദാവീദിൻ്റെ സുന്ദരമായൊരു സങ്കീർത്തനമാണ്. ഒരു 24 വാക്യങ്ങളേ ഉള്ളൂ. സാധിക്കുമെങ്കിൽ ഈ ഒരാഴ്ചയൊക്കെ കാണാപ്പാടം പഠിക്കാനൊക്കെ പറ്റുമെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. 31 സങ്കീർത്തനം, Psalm 31. ദാവീദ് വലിയൊരു കാര്യം നമുക്ക് പറഞ്ഞു. കർത്താവിൻ്റെ ഒരു പ്രത്യേക സ്വഭാവത്തെക്കുറിച്ച്, ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈശോ ചെയ്യുന്ന വലിയൊരു കാര്യം, ദൈവത്തെ ആശ്രയിക്കുന്ന ഒരാൾക്ക് ദൈവം ചെയ്തു കൊടുക്കുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യത്തെക്കുറിച്ച് ദാവീദ് പറഞ്ഞു തരികയാണ് 31 സങ്കീർത്തനത്തിൽ. അതിൻ്റെ 19 വാക്യം അച്ഛൻ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് ഉറക്കെ വായിക്കണം. 31:19. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. അടുത്ത വാക്യം വളരെ സന്തോഷം നൽകുന്നൊരു വചനമാണത്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഈശോയുടെ ഈശോ നമുക്ക് നൽകുന്ന ഒരു സ്നേഹത്തെക്കുറിച്ച് പറയാണ്. കർത്താവ് അനുഗ്രഹിക്കും. തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, തന്നെ പ്രത്യാശ അർപ്പിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് അത് ഒരുക്കി വെച്ചിരിക്കുന്നു. വിശ്വാസത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അതായത് ഈശോയിൽ വിശ്വസിക്കുന്ന, ഈശോയിൽ പ്രത്യാശിക്കുന്ന എനിക്ക് വേണ്ടി കർത്താവ് ചില അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ചിലപ്പോൾ വലിയ സങ്കടത്തിലോ ബുദ്ധിമുട്ടിലോ ഒരു അനുഗ്രഹം പോലും വിപുലം പോയിട്ട് ഒരു വി പോലും ഇല്ലാത്തൊരു സമയമായിരിക്കും. ആകെ എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരു സമയമായിരിക്കും. കർത്താവിൻ്റെ വചനം ഉറപ്പ് തരികയാണ്. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് എനിക്ക് വേണ്ടിയുള്ള അനുഗ്രഹം ഈശോ ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശ്വാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എന്തോരമുണ്ട് അനുഗ്രഹങ്ങൾ? നന്നായിട്ട് കൈ പൊക്കുക, അത്രയും കിട്ടട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. കൈ പൊക്കാത്തവർക്ക് ഒരു സ്പൂൺ അനുഗ്രഹം കിട്ടട്ടെ. അങ്ങനെയല്ല, നിങ്ങൾ കൈയൊക്കെ പൊക്കുന്നുണ്ട്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. എന്തൊരു സുന്ദരമായൊരു ബോധ്യം അല്ലേ? കർത്താവ് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. തന്നിൽ അഭയം തേടുന്നവർക്കത് പരസ്യമായിട്ട് നൽകുന്നു. എന്ന് വെച്ചാൽ സങ്കടപ്പെട്ടിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്, ഒരു ഉത്തരവും കിട്ടാതെ നിൽക്കുന്ന ഒരു സമയമൊക്കെയാണ്. പക്ഷേ ആശ്രയം വെച്ചിരിക്കുന്ന ആരിലാണ്? അഭയം തേടുന്ന ആരിലാണ്? കർത്താവിൽ, ഈശോയിൽ മാത്രമാണ്. അങ്ങനെ കർത്താവിൽ മാത്രം അഭയം തേടുന്നവർക്ക് വേണ്ടി കർത്താവ് അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. പൂട്ടി വെച്ചേക്കല്ല, അത് പബ്ലിക്കായിട്ട് കർത്താവ് നൽകും. എന്ന് വെച്ചാൽ നിന്നെ ഒരു സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം നമുക്കിപ്പോൾ ഒരു വചനമൊക്കെ കേൾക്കുമ്പോൾ, ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ധ്യാനങ്ങളോ ഒത്തിരി വചന ശുശ്രൂഷയൊക്കെ കൂടി വചനമൊക്കെ എഴുതി പ്രാർത്ഥിച്ചു, കുമ്പസാരിച്ചു, കുർബാന കൈക്കൊണ്ടു, എല്ലാം ചെയ്തു. പക്ഷേ കർത്താവ് അനുഗ്രഹം വരുന്നില്ല. റെഡിയാണ്. അത് പബ്ലിക്കായിട്ട് കർത്താവ് തരും. നാണം കെട്ടൊരിടത്തോ വേദനിച്ചൊരിടത്തോ, എവിടെ പൊട്ടിക്കരഞ്ഞോ, എവിടെ ഒളിച്ചിരുന്നോ, എവിടെ തലയും കുമ്പിട്ടിരുന്നോ, അവിടെ കർത്താവ് അത് പബ്ലിക്കായിട്ട് തരും. തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് അത് പരസ്യമായി നൽകുന്നു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹത്തെ ചില സമയത്ത് നമുക്കത് ഇങ്ങനെ ഒന്ന് വിശ്വസിക്കാനൊന്ന് പരിശ്രമിച്ച്, ഞാൻ ചോദിച്ചു, എൻ്റെ ഈശോ എനിക്ക് ചില അനുഗ്രഹങ്ങൾ തന്നിട്ടില്ല, ഇങ്ങനെ താമസിച്ച് വെച്ചേക്കാണ്, തരാണ്ട്. ഇത് ഒരു 2 പേർക്ക്, നിങ്ങളുടെ വീട്ടിലുള്ള 2 പേരെ മാത്രം അറിയിക്കാനുള്ള ഒരു അനുഗ്രഹമായിട്ടല്ല, സമൂഹത്തിൻ്റെ മുഴുവൻ മുമ്പിൽ ഒരു സാക്ഷ്യമാക്കി പരസ്യമായി നൽകാൻ വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുകയെന്നൊന്ന് വിശ്വസിച്ച് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്തേ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഈ കടമോ, ഈ രോഗമോ, ഈ ബുദ്ധിമുട്ടോ, ഈ കുഴപ്പമോ, ഈ പുഴുക്കുത്ത് നിറഞ്ഞൊരു ജീവിതമോ, ഇങ്ങനെ പാപം കാരണം ജീർണിച്ചു പോയൊരു ജീവിതം, തിരിച്ചു കയറി വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. കർത്താവ് എനിക്ക് വേണ്ടി പരസ്യമായി ഇതൊരടയാളമാക്കി മാറ്റും. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. പരസ്യമായിട്ട് ചിലപ്പോൾ നമ്മൾ അവഹേളിക്കപ്പെട്ടിട്ടുണ്ടാകാം, പരസ്യമായിട്ട് നമ്മൾ നാണം കെട്ടിട്ടുണ്ടാകാം. പക്ഷേ ഈശോയിൽ അഭയം തേടിയ മക്കൾക്ക് ഈശോ നൽകുന്നൊരു ബോധ്യമാണ്, നിങ്ങളെ ഞാൻ പരസ്യമായിട്ട് ഒരു സാക്ഷ്യമാക്കി നിർത്തും. സന്തോഷത്തോടെ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. വചനത്തിൻ്റെ ഒരു അവസാന ഭാഗം, സങ്കീർത്തനം 31 അവസാനത്തെ ഭാഗം, കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. നേറ്റ് പറഞ്ഞേ കർത്താവിനെ കാത്തിരിക്കുന്നവരെ. ഇങ്ങനെ കർത്താവ് ഉറങ്ങിപ്പോവും നിങ്ങളെ കാത്തിരുന്ന്. നല്ല ഉറക്കെ പറ, കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാവാതെ ധൈര്യം അവലംബിക്കുവിൻ. എന്ന് വെച്ചാൽ ധൈര്യമായിട്ടിരിക്കാൻ കേട്ടോ. ഇപ്പോൾ കണ്ടാൽ ധൈര്യമുള്ള പോലെ തോന്നുന്നുണ്ടോ നിങ്ങളെ കണ്ടിട്ട്? അടുത്തിരിക്കുന്നവരും തിരിഞ്ഞു നോക്കിയേ, ധൈര്യമൊക്കെ ഉണ്ടോ? ഒന്നുമില്ലെന്ന് തോന്നുന്നല്ലേ? അവരോട് പറ, ധൈര്യമായിട്ടിരിക്കാൻ പറ. ആര് കൂടെയുണ്ട്? നിങ്ങൾ കൂടെ ഉള്ളതുകൊണ്ടാണോ? അല്ല, അവരഭയം തേടിയ കർത്താവ് അവരുടെ കൂടെയുണ്ട്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യത്തെ കർത്താവ് പരസ്യമായി ഒരു സാക്ഷ്യമാക്കി മാറ്റും. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ ധൈര്യം അവലംബിക്കുവിൻ. പറഞ്ഞേ ഹല്ലേലൂയ. ധൈര്യമായിട്ടിരിക്കും. അച്ഛനോടും പറ, ധൈര്യമായിട്ടിരിക്കുക അച്ഛന്ന് പറ. അല്ലേ? നിങ്ങളെ കണ്ടിട്ട് പേടിക്കണ്ടെന്ന് പറ. നിങ്ങളെ കണ്ട് പേടിയൊന്നുമില്ല, എനിക്ക് നിങ്ങളെ കണ്ട് ചിരിയൊക്കെ വരുന്നുണ്ട്.
നിങ്ങളെ കണ്ടിട്ടൊരു സന്തോഷം കൊണ്ട് ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ധൈര്യമായിട്ടിരിക്കുക. ചിലപ്പോൾ ഒരു 10 ധ്യാനങ്ങളൊക്കെ കൂടി ഒരു ഉത്തരം കിട്ടാതെയൊക്കെ നിൽക്കുകയായിരിക്കും. ഇന്ന് ഈശോയുടെ വചനം ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കുക. ഈശോയുടെ കുഞ്ഞിനോട് പറയാനുള്ളതായിട്ട് നീ ധൈര്യമായിട്ടിരിക്കുക. ആമേൻ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ട പൗലോസ്ലിഹ ഈ അടുത്തിടയ്ക്ക് എന്നോട് ഒരാളിങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ വെച്ച് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താണ് പൗലോസ്ലിഹയായിട്ട് പ്രശ്നം എന്ന്. പൗലോസ്ലിഹയായിട്ട് പ്രശ്നമല്ല, പ്രാകുട്ടി മറ്റൊരു വാക്കാണ് അതിന് വരേണ്ടത്. പൗലോസ്ലിഹയുമായിട്ട് എന്നെ ചെയ്യും, പിന്നെ സ്നേഹം കൂടാണ്ട് പിന്നെ എന്നാ ചെയ്യും അല്ലേ? ഈശോ ഇത്ര അടുത്തറിഞ്ഞ ഒരാളെക്കുറിച്ച് ഞാനാണ് പ്ലാൻ ചെയ്ത് ഈ വർഷം കൊണ്ട് പഠിപ്പിച്ച് തരണം എന്നുള്ളതാണ്. തമ്പുരാന് മാത്രം അറിയാം, പിന്നെ പൗലോസ്ലിഹയ്ക്കും അറിയാം. ഇത് പഠിച്ച് തീരത്തില്ല. അതുകൊണ്ട് മിക്കവാറും ഡിസംബറോടുകൂടി ഞാൻ ആത്മീയ സുല്ലിടാൻ പോകുന്നുണ്ട്. മിക്കവാറും ശുശ്രൂഷ അല്ല കേട്ടോ, പൗലോസ്ലിഹയുടെ തീമുകൾ മാത്രം എടുത്ത് പഠിപ്പിക്കാനുള്ള മിക്കവാറും നമ്മളെ കൊണ്ട് തീരത്തില്ല. ഒരു ആയുസ് എടുത്താലും തീരത്തില്ലെന്ന് തോന്നുന്നു. നമുക്ക് പരമാവധി ഹാപ്പി ക്രിസ്മസ് വരെ നോക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വർഷം ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഈശോ ഓൾറെഡി പ്ലാൻ തന്നു. 6-ാം മാസത്തിൽ ഈശോ ഒരു പ്ലാൻ തന്നിട്ടുണ്ട്. 2026 നമ്മൾ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കാത്തിരിക്കുവിൻ, ധൈര്യമായിട്ട് കാത്തിരിക്കുവിൻ. നമ്മൾ ഈശോയെക്കുറിച്ച് കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടും ഈശോയോട് കൂടുതൽ സ്നേഹത്തിൽ അടുക്കാനൊക്കെ കർത്താവ് 2026 ഒരു വലിയ പദ്ധതി തയ്യാറാക്കുന്നുണ്ട് ഈ ആലയത്തിന് വേണ്ടി. 2 കാര്യങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ്ലിഹയുടെ സുന്ദരമായൊരു എഴുത്താണ് കൊളോസോസാർക്ക് എഴുതിയ ലേഖനം. എടുക്കാമോ? കൊളോസോസാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം പൗലോസ്ലിഹ ഇങ്ങനെ പറയാണ്, ധൈര്യമായിട്ടിരിക്കാൻ വേണ്ടി പൗലോസ്ലിഹ പറയുന്നതിൻ്റെ ഒരു കാര്യം, നമ്മൾ വിശ്വസിക്കുന്ന ഈശോയുടെ പവർ, ആ ശക്തി, നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ മൈറ്റി പവർ എത്ര വലുതാണെന്ന് പൗലോസ്ലിഹ ആ വചനത്തിലൊക്കെ പറഞ്ഞു തരും. കൊളോസോസാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 14-15 വാക്യങ്ങൾ വചനം ഒന്ന് അടയാളപ്പെടുത്തിയിടണം. ഇവിടെ നോട്ട് ബുക്കിലൊക്കെ അത് കുറിച്ചിടുക. പൗലോസ്ലിഹ ഇങ്ങനെ പറയും, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. പൗലോസ്ലിഹയുടെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ എഴുത്തുകളൊന്നാണ്. ഞാൻ ഇന്നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെക്കാട്ടും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ 4 അധ്യായങ്ങൾ മാത്രമുള്ള കൊളോസോസ് ലേഖനം. വായിച്ചാലും പൗലോസ്ലിഹയുടെ ഫിലോസഫി ഇങ്ങനെ ആർഭാടമായിട്ട് തിയോളജി ഫിലോസഫിയും കൂടെ മിക്സ് ചെയ്തിട്ട് എഴുതിയേക്കണം. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വചനം മുഴുവനായിട്ട് വായിക്കണം. 14 മാത്രം ഒന്ന് ഉറക്കെ വായിച്ച്, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു എഴുതിയ നിയമം, പഴയ നിയമത്തിൻ്റെ ചില പശ്ചാത്തലങ്ങളൊക്കെ എടുത്ത് പൗലോസ്ലിഹ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ വഴിതെറ്റിച്ച ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ജീവിത സാഹചര്യമായിട്ട് ചേർത്ത് ചിന്തിച്ച്, ലോകത്തിൻ്റെ ഒരു നിയമം പറഞ്ഞേക്കാണ് നീ ശരിയാവത്തില്ല. ലോകത്തിൻ്റെ ഒരു നിയമം പറയാണ്, ലോകത്തിൻ്റെ ഒരു വാക്ക് പറയാണ് നിൻ്റെ കുടുംബം രക്ഷപ്പെടത്തില്ല. മരുന്നുകൾ നീ എത്ര കഴിച്ചാലും രോഗം സൗഖ്യപ്പെടത്തില്ല, നിനക്ക് ജോലി കിട്ടത്തില്ല, നീ എത്ര ശ്രമിച്ചാലും നിനക്ക് വിശുദ്ധി ജീവിക്കാൻ പറ്റത്തില്ല. ഒരു ലിഖിത നിയമം അങ്ങ് എഴുതി വെച്ചേക്കാണ്. നമ്മൾ ജനിച്ച പാടെ ചിലപ്പോൾ നമ്മുടെ തലയിലോട്ട് എഴുതി വെച്ചേക്കായിരിക്കും. ചിലപ്പോൾ ഇവനൊരു ശാപം, ഇവനൊരു ശാപം. ചിലപ്പോൾ നമ്മുടെ കയറി ചെന്നൊരു വീട്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, അവരൊക്കെ പറയുന്നുണ്ട് ഇത് ശരിയാവത്തില്ല, ഇതൊരിക്കലും നന്നാവത്തില്ല. ലോകത്തിൻ്റെ ലിഖിത നിയമം എഴുതി വെച്ചിരിക്കുകയാണ്, ശരിയാവത്തില്ല. പക്ഷേ ആ ലിഖിത നിയമങ്ങളെല്ലാം അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഈശോയുടെ കൊച്ചിൻ്റെ മേലേക്ക് ലോകം എഴുതി വെച്ച നിയമത്തെ എല്ലാം ഈശോ ഇങ്ങനെ വലിച്ചു പറിച്ച് പോ എന്ന് പറഞ്ഞേക്കാണ്. കുരിശിൽ തറച്ച് അതിനെല്ലാം നിഷ്കാസനം ചെയ്തു. എന്ന് വെച്ചാൽ ഈശോ കുരിശിൽ ആ ആണികളാൽ തറയ്ക്കപ്പെടുമ്പോൾ ആ ആണികളിൽ ലോകത്തിൻ്റെ ഭാരത്തെ, ലോകത്തിൻ്റെ പാപത്തെ മാത്രമല്ല എന്നെയും എൻ്റെ കുറവുകളെയും, ഞാൻ നന്നാവില്ലെന്ന് പറഞ്ഞ, ഞാൻ രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞ ലോകത്തിൻ്റെ നിയമങ്ങൾ, എൻ്റെ തന്നെ ചില ചിന്തകൾ, അതിനെയും കുരിശിൽ തറച്ച് ഈശോ നിഷ്കാസനം ചെയ്തിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. കേട്ടോ, പൗലോസ്ലിഹ ഈശോയെ കൂട്ടുപിടിച്ചോളാൻ പറയണം, വെറുതെ ഒന്നുമല്ല. എന്തിനാ പൗലോസ്ലിഹ ഈശോയെ കൂട്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ, ഇതിലും പവർഫുള്ളായ മറ്റൊരാൾ ഇനി പൗലോസ്ലിഹയുടെ മുമ്പിൽ കാണാനില്ല. പഠിച്ചു വെച്ച നിയമങ്ങൾ, യഹൂദ പാരമ്പര്യം, റോമൻ സിറ്റിസൺഷിപ്പ് എല്ലാം മാറ്റിക്കളഞ്ഞ് എനിക്ക് ഈശോയെ മതിയെന്ന് പറയാനുള്ള കാരണങ്ങളൊന്ന്, എനിക്ക് വേണ്ടി ഇത്രയധികം ചെയ്ത മറ്റൊരാളില്ല എന്ന് പൗലോസ്ലിഹയ്ക്ക് തിരിച്ചറിയാൻ പറ്റി. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഈശോയെ സ്നേഹിക്കേണ്ടത്, ഈശോയെ മുറുകെ പിടിക്കേണ്ടത്, ഈശോയിൽ വിശ്വസിച്ച് നല്ല ക്രിസ്ത്യാനിയായിട്ട് സഭയുടെ മക്കളായിട്ട് നിൽക്കേണ്ട ഒറ്റ കാര്യം, ലോകത്തിൻ്റെ സകല നിയമങ്ങളെയും, ലോകത്തിൻ്റെ സകല എഴുത്തുകളെയും, ലോകത്തിൻ്റെ സകല ശാപങ്ങളെയും, നിൻ്റെ മേലുള്ള ലോകത്തിൻ്റെ വിധികൽപ്പനകളെയും മുഴുവൻ ഈശോ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. അടുത്ത വാക്യം നമ്മൾ ഒരുമിച്ച് വായിക്കണം. 15 ഉറക്കെ വായിച്ച്, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി, അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. എന്ന് വെച്ചാൽ ആധിപത്യങ്ങളോ അധികാരങ്ങളോ ഒന്നും ഈശോയുടെ മുമ്പിലില്ല. എല്ലാത്തിൻ്റെയും മേലുള്ള അധികാരിയാണ് ഈശോ. നമ്മളെ വേദനിപ്പിച്ചവരോ, പരസ്യമായിട്ട് അവഹേളിച്ചവരോ, നമ്മളെ സങ്കടപ്പെടുത്തിയവരോ, നമ്മളെ വേദനിപ്പിച്ച, നമ്മളെ ബുദ്ധിമുട്ടിച്ച മനുഷ്യരോ, സാഹചര്യങ്ങളോ, നമ്മളെ വീഴ്ത്താൻ ശ്രമിച്ച പിശാചിൻ്റെ
എന്തിൻ്റെ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും മുകളിൽ കുരിശിൽ വിജയം നേടിയവനാണ് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഈശോ. പറഞ്ഞേ ഹല്ലേലൂയ. 31 സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു, ഈശോയിൽ, ദൈവത്തിൽ അഭയം തേടുന്നവരെ പരസ്യമായി ഒരു സാക്ഷ്യമാക്കി മാറ്റും. ആ വിശ്വസിക്കുന്നവരെ, അഭയം തേടുന്നവരെ, ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നവരെ കർത്താവ് എന്നാ ചെയ്യുന്ന കണ്ടേ? അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. ഈശോയിൽ വിശ്വസിക്കുന്നവരെ സാക്ഷ്യമാക്കി മാറ്റും. ഈശോയിൽ വിശ്വസിക്കുന്നവരെ തള്ളിപ്പറയുന്നവരെ അവഹേളന പാത്രമാക്കി മാറ്റുന്ന ഒരധികാരി ഈശോ മാത്രം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ഇതൊക്കെ ഒന്ന് എഴുന്നേക്കണ്ടേ? ഇങ്ങനെ അവിഞ്ഞൊക്കെ ഇരുന്ന് മരിക്കാറായി കേട്ടോ. ഇപ്പോഴെങ്കിലും ഒന്ന് ചാടി എഴുന്നേറ്റ് നല്ല ഈശോയുടെ മക്കളായിട്ട് തല ഉയർത്തി പിടിച്ചൊക്കെ നടക്ക്. ചുമ്മാ പരസ്യമായിട്ട് ഇങ്ങനെ അവഹേളന മാത്രമായിട്ടൊന്നും നടക്കാതെ ഈശോയുടെ മക്കളെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ. കടവും രോഗവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. ഇപ്പം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും കടമുണ്ട്. 100 രൂപ ആൽബിച്ചേട്ടന് കൊടുക്കാണ്ട്. 100 രൂപ കടം. നിങ്ങൾക്ക് വല്ല വിഷമം അറിയോ? നമുക്കില്ലേ രോഗങ്ങൾ, നമുക്കില്ലേ വേദനകൾ? തോറ്റു പോകുന്നില്ലേ? കരയുന്നില്ലേ? ഒറ്റപ്പെട്ടു പോകുന്നില്ലേ? എല്ലാവരും നാണം കെട്ട് തലയും കുമ്പിട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈശോയെ മാത്രം നോക്കിക്കോണം. പരസ്യമായി എന്നെ കളിയാക്കിയ സകലത്തിനെയും, എന്നെ വേദനിപ്പിച്ച, എന്നെ ബുദ്ധിമുട്ടിച്ച എൻ്റെ സങ്കടങ്ങളെ മുഴുവൻ ഈശോ പരസ്യമായിട്ട് അവഹേളനം മാത്രമാക്കും. ഈശോയിൽ വിശ്വസിച്ച എന്നെ പരസ്യമായിട്ട് അഭിമാനമാക്കി മാറ്റും. വിശ്വാസത്തോടെ പറ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉള്ളിലോട്ട് കയറണം. പരിശുദ്ധാത്മാവ് ആ പ്രത്യാശ നൽകുമ്പോഴത്തേനും ഉള്ളിലോട്ട് കയറണം. അച്ഛൻ പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളല്ല, ഈശോ പറഞ്ഞ വചനമാണ്. പരിശുദ്ധാത്മാവ് ചിറകടിച്ച് വരും. ഇത് വിശ്വസിച്ചില്ലെങ്കിൽ 10 മിനിറ്റ് വെറുതെ പോയി. ഈശോയുടെ വചനം ഹൃദയത്തിൽ കേൾക്കണം. സകലത്തിൻ്റെ മേൽ വിജയം നേടിയ കർത്താവാണ് കൂടെ നിൽക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസിലെ പ്രിയപ്പെട്ട മകൻ തിമോത്തിക്ക് എഴുതുന്ന ലേഖനമുണ്ട്. 2-ാമത്തെ ലേഖനത്തിൽ അതിൻ്റെ 1-ാമത്തെ അധ്യായം, 2 തിമോത്തി 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 7-8 വാക്യങ്ങൾ. 7-ാമത്തെ വാക്യം നിങ്ങൾക്ക് കാണാതെ അറിയാൻ തോന്നും. പൗലോസിലെ പറയാണ്, ധൈര്യമായിട്ടിരിക്കണം. നമ്മൾ ആ വചനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചിന്തിച്ച് മുമ്പോട്ട് പോവുക. ധൈര്യമായിട്ടിരിക്കണം, ഈശോയിൽ വിശ്വസിക്കണം. 2 തിമോത്തി 1-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെയും 8-ാമത്തെ വാക്യം പൗലോസിൽ ഇങ്ങനെ പറഞ്ഞു തരും. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. ഇങ്ങനെ തളർന്ന് പേടിച്ച് വിറച്ചിരിക്കാനുള്ളവരല്ല നമ്മൾ. പേടിയൊക്കെ വരും. പേടി, സങ്കടവും കരച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് വരും. പക്ഷേ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ഒരു സ്നേഹമുണ്ട്, ഒരു ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ ഒരു ശക്തി. ആ ശക്തിയിൽ എഴുന്നേക്കണമെന്ന് പൗലോസിലെ പറയണം. തൊട്ടടുത്ത വാക്യം, 8-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. തുടർന്ന് ഉറക്കെ വായിച്ചേ. അവൻ്റെ തടവുകാരനായ എന്നെ പ്രതി നീ ലജ്ജിതനാവരുത്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവയ്ക്കുക. പൗലോസിലെ പറയാണ്, നിനക്കൊരു ധൈര്യത്തിൻ്റെ ആത്മാവിനെ ഈശോ തന്നിട്ടുണ്ട്. നിൻ്റെ ഉള്ളിൽ ഒരു അസാമാന്യമായി ധൈര്യം തന്നിട്ടുണ്ട്. പക്ഷെ അപ്പം തന്നെ ക്ലേശങ്ങളുമുണ്ട് അല്ലേ? ക്ലേശങ്ങളുമുണ്ട്. ആ ക്ലേശങ്ങൾ എങ്ങനെയായിരിക്കണം? സുവിശേഷത്തെ പ്രതി നീ ആ ക്ലേശങ്ങൾ സഹിച്ച് സാക്ഷ്യമായിട്ട് മാറണം. അതെങ്ങനെയാണ് സാക്ഷ്യമായിട്ട് മാറുന്നതെന്നറിയോ? ഇപ്പോൾ ഒത്തിരി സഹിച്ചു, ഒത്തിരി വേദനിച്ചു, ഒത്തിരി സങ്കടത്തിൽ തോറ്റ് കീറി മുറിഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ടും നിങ്ങൾ പറയാണ്, സങ്കീർത്തനം 31 പറഞ്ഞ പോലെ, നിങ്ങൾ കർത്താവിനെ മാത്രമേ അഭയം തേടുന്നുള്ളൂ, കർത്താവ് എന്നെ ഉയർത്തും എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാർ ചിലപ്പം കളിയാക്കും, വീട്ടുകാർ ചിലപ്പോൾ കളിയാക്കും. ശരിയല്ലേ? നാണമുണ്ടോ ഇങ്ങനെ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയും. ഇത്രയും പണി കിട്ടിയിട്ടും ഇനിയും കർത്താവിനെ മുറുകെ പിടിക്കുകയാണെന്നൊക്കെ ചോദിക്കും. അവിടെയാണ് ആ ക്ലേശങ്ങളിൽ സുവിശേഷത്തിന് നീ സാക്ഷ്യം വഹിക്കുന്നത്. അവിടെയാണ് നിങ്ങളൊരു വചനപ്രഘോഷകരായിട്ട് മാറുന്നത്. മൈക്കല്ല, മൈക്കിൻ്റെ സ്റ്റാൻഡല്ല, ഇങ്ങനെ ഒരു അൾത്താരയല്ല. ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ നിങ്ങളെ സുവിശേഷ പ്രഘോഷകരാക്കി മാറ്റും. കാരണം ആ ക്ലേശങ്ങളിൽ നിങ്ങൾ ഈശോയെ തള്ളിപ്പറയാതെ എന്നെ ഈശോ പരസ്യമായിട്ട് ഉണർത്തും, സാക്ഷ്യമാക്കി മാറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞ് പിടിച്ചു നിന്നാൽ യു ആർ ബിക്കമിങ് ആൻ ഇവാഞ്ചലിസ്റ്റ്. നിങ്ങളൊരു സുവിശേഷ പ്രഘോഷകൻ, സുവിശേഷ പ്രഘോഷയാകുകയാണ്. സഹനങ്ങളിൽ കിട്ടുന്നുണ്ടോ? ഇങ്ങനെ ഒരു പോഡിയം, ഒരു അൾത്താര കിട്ടുമ്പോഴല്ല സുവിശേഷ പ്രഘോഷകരാകുന്നത്. നല്ല ഇടിയും ചവിട്ടും കുത്തും ഒക്കെ. ഇറ്റ്സ് എ ചാൻസ് ടു പ്രൊക്ലെയിം ദ ഗോസ്പൽ. സുവിശേഷം പ്രഘോഷിക്കാനുള്ള അവസരമാണ് എല്ലാ വേദനകളും. ചുമ്മാ കളയരുത് കേട്ടോ, ചോദിച്ച് മേടിച്ചോണം. ഇപ്പോൾ ഉള്ളത് തന്നെ കർത്താവേ എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. സഹനമൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ കണ്ടോണം. ഒരു സഹനത്തെ അച്ഛൻ പേരിട്ട് വിളിക്കുന്നില്ല, നിങ്ങൾക്കുള്ളതിനെ ഒന്ന് ഓർത്താൽ മതി. എനിക്ക് ഈശോയെ സാക്ഷ്യപ്പെടുത്താനുള്ള ഒരു അവസരമാണ് ഈ ക്ലേശം. പരീക്ഷ തോറ്റു പോകുമ്പോൾ എന്നാ ചെയ്യണം? നാട്ടുകാരെല്ലാം കൂടെ കളിയാക്കും, വീട്ടുകാരെല്ലാം കൂടെ കളിയാക്കും. ജോലി കിട്ടിയില്ലേ, കല്യാണം ആയില്ലേ, കൊച്ചുണ്ടായില്ലേ, കൊച്ചൊന്നേ ഉണ്ടായുള്ളോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നാട്ടുകാർ നിങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചിട്ടൊന്നുമല്ല, നിങ്ങൾക്കതില്ലാന്ന് അറിയുമ്പോഴത്തേനും ഒരു സന്തോഷം. ജോലിയൊന്നും ആയില്ലേ, ആയെന്ന് പറഞ്ഞാൽ അവരുടെ മുഖം കണ്ടോണം. ആയില്ലെന്ന് പറയുമ്പോൾ ഓഹ് ആയില്ലല്ലേ, ഉള്ളിലിങ്ങനെ ഡിംന്ന് പെരുമ്പറം മുട്ടുന്നുണ്ടാവും. അവരങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ നാളെ അംബാനിയുടെ വീട്ടിൽ ജോലി കിട്ടിയാലും അവർ ചോദിക്കും, ഓ
അംബാനിയുടെ വീട്ടിലല്ലേ, അംബാനി ആയില്ലല്ലേ, ഇതെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കും. നാട്ടുകാരിങ്ങനെ ചോദിക്കും. നമുക്ക് ഈശോയുടെ മുമ്പിൽ മാത്രം നിന്നാൽ മതി, ഈശോയുടെ മുമ്പിൽ മാത്രം നിന്നാൽ മതി. ലോകം എഴുതിയ നിയമങ്ങൾക്ക് മുകളിൽ സർവത്തിൻ്റെ മേൽ ആധിപത്യം ഉറപ്പിച്ച ആ കർത്താവിൽ ധൈര്യമായിട്ടിരുന്നുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകണം. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ജീവിത സാഹചര്യം, ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, എന്ത് തന്നെ ആവട്ടെ, അച്ഛൻ ഈശോയുടെ അടുത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് പറയട്ടെ, ധൈര്യമായിട്ടിരിക്കുക, ധൈര്യമായിട്ടിരിക്കുക. നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പയ്യനെ, ഒരു കൊച്ചിനെ, ഇങ്ങനെ ചെറുപ്പക്കാരനാണ്, 10-22 വയസ്സുള്ള ഒരു പയ്യൻ, അവനോട് പറഞ്ഞു തന്നൊരു ടേമാണ്. എന്നുവെച്ചാൽ അവനൊരു വലിയൊരു ഡിപ്രഷനിലേക്കൊക്കെ പോയി കയറി പോന്നു. ഞാൻ അവനോട് ഇങ്ങനെ ചുമ്മാ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി, ഒരു അറിവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചു, മാന നീ എങ്ങനെ അതിനകത്ത് കയറി പോകുന്നത്? അവൻ വലിയ സാക്ഷ്യം പോലെ പറഞ്ഞു, കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കയറി പോകുന്ന അച്ഛാന്നാണ്. ഞാൻ അവനോട് ഇങ്ങനെ ചോദിച്ചു, കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവനോട് ചോദിച്ചാൽ, എടാ നീ ഇതിനകത്തോട്ട് വീണ് പോയത് എപ്പോഴാണെന്ന് ഓർക്കുന്നുണ്ടോ? അവൻ്റെ ലൈഫിലൊരു വലിയ ട്രാജഡി ഉണ്ടായി. ആ ട്രാജഡി നിങ്ങൾ അറിയേണ്ടതില്ല, നമുക്ക് പരസ്പരം ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഒരു വലിയ ട്രാജഡി, ഒരു 10-20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടിനെ അവൻ ഫേസ് ചെയ്യേണ്ടി വന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫോട്ടൊക്കെ ചേർത്ത് ചിന്തിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ആ പയ്യൻ അങ്ങനെ ഒരു വലിയ വേദന. അപ്പം എന്നോടത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പം അവൻ പറഞ്ഞതാണ്, അച്ഛാ ഞാൻ പെട്ടുപോയതൊരു മൊമെൻറ്റിൽ അവനൊരു 5-6 മാസത്തോളം ഡിപ്രസ്ഡ് ആയിപ്പോയി. ലാസ്റ്റ് ഒരു കുറച്ച് മാസങ്ങളിൽ കുറച്ച് മരുന്നുകൾ കഴിക്കേണ്ടി വന്നു, ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിനൊക്കെ പോകേണ്ടിയൊക്കെ വന്നു. പക്ഷേ ലാസ്റ്റ് കഴിഞ്ഞൊരു മാസമായിട്ട് മരുന്നുകളൊന്നും കഴിക്കേണ്ടി വന്നിട്ടില്ല, കൗൺസിലിംഗ് പോകേണ്ടി വന്നിട്ടില്ല. ആകെ കഴിഞ്ഞ 30 ദിവസങ്ങൾ, 10-25-30 ദിവസങ്ങളിൽ അവൻ ചെയ്തത് ഏറ്റവും വലിയ കാര്യം, ഒറ്റ ദിവസം മുടങ്ങാതെ വിശുദ്ധ ബലി അർപ്പിച്ചു. അതിനകത്താണ് കയറിപ്പോകുന്നത്. മരുന്നുകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അഡ്വൈസ് അവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവൻ സാക്ഷ്യപ്പെടുന്ന ഒറ്റ കാര്യമാണ്, കഴിഞ്ഞ 10-30 ദിവസമായിട്ട് ഒരൊറ്റ ദിവസം വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടില്ല. എന്നെ രക്ഷപ്പെടുത്തിയത് അതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവൻ പറഞ്ഞൊരു ഒരു വാക്കിതാണ്, ദ ട്രാപ്പ് ഓഫ് ഡിപ്രഷൻ. ട്രാപ്പ് എന്ന് വെച്ചാൽ കേട്ടില്ലേ, കെണി. ഡിപ്രഷൻ്റെ ഒരു കെണിയുണ്ട്. അതെന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത് മനസ്സിലാവുമെന്ന് കരുതുന്നു. ഫോർ എക്സാമ്പിൾ, ഞാനൊരു പരീക്ഷ തോറ്റു എന്ന് വിചാരിക്കും. പരീക്ഷ തോറ്റാൽ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ? ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് പിടിയില്ലേ? നിങ്ങൾ പറ. ഒരു പരീക്ഷ തോറ്റുപോയി, എങ്ങാനും തോറ്റുപോയാലോ? മോള് പറഞ്ഞ് പരീക്ഷ തോറ്റുപോയി എന്നാ ചെയ്യും? ആദ്യം ചെയ്യാൻ പോകുന്നത് എന്നാ? ഹല്ലേലൂയ ഗീതം പാടാം ആണോ? കരയും. വീട്ടിൽ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് കരയുമോ? ടൗണിൽ പോയി കരയുമോ? പഞ്ചായത്ത് ഗ്രൗണ്ടിൽ പോയി കരയുമോ? തന്നെ ഇരുന്ന് കരയും. എല്ലാവരും അങ്ങനെയാണെന്ന് തോന്നല്ലേ? ചിലപ്പം അപ്പനും അമ്മയും, മക്കൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് പറയണേ, മക്കളങ്ങനെ വലിയ വിഷമത്തിൽ മുറിക്കകത്തായിരിക്കും മിക്കവാറും ഇരുന്ന കാര്യം. സെൻട്രൽ ഹാളിൽ വന്നിരുന്ന കാര്യമുള്ള സാധ്യത കുറവാണ്. പരീക്ഷ തോൽവിയുടെ കാര്യം മാത്രമല്ല, നിങ്ങൾക്കൊരു നല്ല ഒന്നാന്തരം സങ്കടം വന്നു വിചാരിക്കും, എന്ത് തന്നെ ആവട്ടെ, മനുഷ്യരെ നോക്കണ്ട എന്നൊരു ചിന്തയായിരിക്കും ആദ്യം വരാൻ പോകുന്നത്. അപ്പനും അമ്മയും വന്ന് കൊട്ടി വിളിക്കും, കൊച്ചു പുറത്തോട്ട് വാ, ഫുഡ് കഴിക്ക്, പുറത്തിറങ്ങ്. നോ. ചിലപ്പോൾ അപ്പം വൈകുന്നേരം പറയടാ പോയി നിൻ്റെ കൂട്ടുകാരോട് പോയി വല്ല ക്രിക്കറ്റും കളിക്ക്. നോ, അകത്തിരിക്കും. ഈ പയ്യനോട് പറഞ്ഞ, അച്ഛാ ദിസ് ഈസ് കോൾഡ് ദ ട്രാപ്പ് ഓഫ് ഡിപ്രഷൻ. ഡിപ്രഷൻ്റെ കെണി അവിടെയാണ്. ഒരു 6 മാസത്തേക്ക് ഡിപ്രഷൻ്റെ മരുന്ന് കഴിക്കുക എന്നുള്ളതല്ല, ആ മൊമെൻറ്റ്, ഞാനൊരു തോൽവിയെ നേരിടുമ്പോൾ, ഞാനൊരു സങ്കടത്തെ നേരിടുന്ന ആ മൊമെൻറ്റിൽ ഒറ്റയ്ക്കിരിക്കാൻ തോന്നും. ആ തോന്നലാണ് ഏറ്റവും വലിയ കെണി. പറഞ്ഞേ ഹല്ലേലൂയ. ആ ഒരൊറ്റ കെണിയിൽ അവൻ്റെ 5.5 മാസത്തോളം പോയി. കഴുത്തലോട്ടൊരു കുടുക്ക് വിട്ട പോലെ 5.5 മാസം മുറിയിലിരിക്കുകയാണ്. കൂട്ടുകാരോട് മിണ്ടുന്നില്ല, അപ്പനോടും അമ്മയോടും വലിയ തുറവിയില്ല. ഇങ്ങനെ കിടക്കുന്നു എഴുന്നേക്കുന്നു, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കുളി നനെ ഒന്നും ഇല്ലാതെ. സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഇത് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനത്തെ ആരിലൊക്കെ, കൂട്ടുകാരിലൊക്കെ അങ്ങനെയൊക്കെ ആരിലൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ട്രാപ്പ് ഓഫ് ഡിപ്രഷൻ ഒരു കുടുക്കാണ്. അവൻ പറയാണ്, ആ കെട്ടിൽ നിന്ന് പൊട്ടി കയറിപ്പോകുന്നത് മറ്റൊരു സ്നേഹത്തിൻ്റെ ട്രാപ്പ് വീണപ്പോഴാണ്. കിട്ടുന്നുണ്ട് പറഞ്ഞു തരേണ്ടത് അറിയാലോ. ആദ്യത്തെ ട്രാപ്പ് കഴുത്തിന് കുരുക്കി പിടിച്ചു, അടുത്ത ട്രാപ്പ് ഹൃദയത്തെ കുരുക്കി പിടിച്ചു. കഴിഞ്ഞ 30 ദിവസമായിട്ട് ഹൃദയത്തിലോട്ട് ഇറങ്ങുകയാണ് ഈശോയുടെ വിശുദ്ധ കുർബാന. ആ ഈശോയുടെ ശരീരവും രക്തവും എന്നെ കുടുക്കിക്കളഞ്ഞു, എന്നെ സ്നേഹത്തിൽ കുടുക്കിക്കളഞ്ഞു. ഞാൻ രക്ഷപ്പെട്ടു. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം കടന്നു പോകുന്നത് ചിലപ്പോൾ ഒരു സങ്കടത്തിലായിരിക്കും, ഒരു വേദനയിലായിരിക്കാം, ഒരു ഡിപ്രഷൻ്റെ ട്രാപ്പ് ഇങ്ങനെ ഒരു കയറിങ്ങനെ വന്ന് വീഴാൻ വേണ്ടി നിൽക്കുകയായിരിക്കാം. നിരാശയുടെ ഒരു കുഞ്ഞു കുടുക്ക് വന്ന് വീഴും. അനുവദിച്ചാൽ
ചിലപ്പോൾ നമ്മുടെ മാസങ്ങൾ, ആഴ്ചകൾ, വർഷങ്ങൾ ചിലപ്പോൾ പോകും. ആ കുടുക്കിനെ പൊട്ടിച്ചെറിയണമെങ്കിൽ ഒറ്റ കാര്യം, ധൈര്യമായിട്ടിരിക്കുക. സകലത്തിൻ്റെ മേൽ ആധിപത്യം നേടിയ, കുരിശിൽ അവയെല്ലാം നിഷ്കാസനം ചെയ്ത, നിന്നെ കുടുക്കിക്കളഞ്ഞ എല്ലാ ലിഖിതങ്ങളെയും നിയമങ്ങളെയും വാക്കുകളെയും സങ്കടങ്ങളെയും ഓർമ്മകളെയെല്ലാം കുരിശിൽ നിഷ്കാസനം ചെയ്ത് അവയുടെ മേൽ ആധിപത്യം ഉറപ്പിച്ച് നിന്നെ വിഷമിപ്പിക്കാൻ ശ്രമിച്ച സകലത്തിനെയും പരസ്യമായ അവഹേളന പാത്രമാക്കി നിന്നെ പരസ്യമായി സാക്ഷ്യമാക്കി മാറ്റുന്ന ഈശോ കൂടെയുണ്ട്. ധൈര്യമായിട്ടിരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. അടുത്തിങ്ങനെ പുറത്ത് നല്ലൊരു തട്ട് കൊടുത്തിട്ട് പറഞ്ഞേ ധൈര്യമായിട്ടിരിക്കാൻ പറ. തട്ട് കൊടുക്കുക. എത്രയോ തട്ടുകൾ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. സ്നേഹത്തോടെ ധൈര്യമായിട്ടിരിക്കാൻ പറ. ഇനി അച്ഛനോട് നന്നായിട്ടൊന്ന് പറ, ധൈര്യമായിട്ടിരിക്കാം. നമ്മൾ ധൈര്യമായിട്ടിരിക്കും. കാരണം ആരുടെ കൂടെയാണ് നമ്മൾ? ഈശോയുടെ കൂടെ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ.